കാനഡയിൽ വാൻകൂവറിലുള്ള ഗുരുദ്വാരയിൽ ഖാലിസ്ഥാൻ ആക്രമണം. റോഡ് സ്ട്രീറ്റ് ഗുരുദ്വാര എന്നറിയപ്പെടുന്ന ഖൽസ ദിവാൻ സൊസൈറ്റി ഗുരുദ്വാരയിൽ അതിക്രമിച്ചു കടന്ന് അക്രമികൾ ഖാലിസ്ഥാൻ അനുകൂല ചുവരെഴുത്തുകൾ പതിപ്പിക്കുകയായിരുന്നു. ഖാലിസ്ഥാൻ തീവ്രവാദത്തിനെതിരെ കാനഡയിലെ ഹിന്ദു സിഖ് സമൂഹങ്ങൾ ശക്തമായ സർക്കാർ നടപടി ആവശ്യപ്പെടണമെന്ന് കനേഡിയൻ MP ചന്ദ്ര ആര്യ പറഞ്ഞു. ഗാസയിൽ നടന്ന ഇസ്രായേലി ആക്രമണങ്ങളിൽ 29 പാലസ്തീനികൾ കൊല്ലപ്പെട്ടതായി പ്രതിരോധ വക്താവ് മഹമ്മൂദ് ബസൽ. തെക്കൻ ഗസയിൽ ഇസ്രായേലി ഡ്രോൺ ആക്രമണത്തിൽ ഒരു പലസ്തീൻ വനിതയും കൊല്ലപ്പെട്ടു. 4 പേർക്ക് പരിക്കേറ്റു. വടക്കൻ ഗാസയിൽ നടന്ന വ്യത്യസ്ത വ്യോമാക്രമണങ്ങളിൽ 8 പേർ കൊല്ലപ്പെട്ടു. എന്നാൽ സംഭവങ്ങളെക്കുറിച്ച് ഇസ്രായേൽ സൈന്യം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിച്ച ഈസ്റ്റർ വെടിനിർത്തലിന്റെ ഭാഗമായി റഷ്യയും യുക്രൈനും പരസ്പരം തടവുകാരെ കൈമാറി. 2022 ഫെബ്രുവരിയിൽ സംഘർഷം ആരംഭിച്ചതിനു ശേഷം നടക്കുന്ന ഏറ്റവും വലിയ കൈമാറ്റമാണിത്. പരിക്കേറ്റവർ ഉൾപ്പെടെ ഏകദേശം 500 സൈനികരെ മോചിപ്പിച്ചു. അതിനിടെ 30 മണിക്കൂർ ഈസ്റ്റർ വെടിനിർത്തൽ യുക്രൈൻ ലംഘിച്ചതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ആരോപിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ മുൻ പ്രസിഡന്റ് ജോസഫ് കബിലയുടെ പാർട്ടിയായ PPRDയെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചതായി ആഭ്യന്തര മന്ത്രാലയം. കബിലയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും ഉത്തരവിട്ടിട്ടുണ്ട്. റുവാണ്ടയുടെ പിന്തുണയോടെ രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിലെ 2 നഗരങ്ങൾ അടുത്തിടെ PPRD പിടിച്ചെടുത്തതായി സർക്കാർ വൃത്തങ്ങൾ ആരോപിച്ചു. കബിലയുടെ നടപടിയെ കടുത്ത രാജ്യദ്രോഹമെന്നാണ് നീതിന്യായ മന്ത്രാലയം വിശേഷിപ്പിച്ചത്. മുൻ പ്രസിഡന്റിനെതിരെ നിയമ നടപടി ആരംഭിക്കാൻ പ്രോസിക്യൂട്ടർമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.